അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സുന്നത്ത് നമസ്കാരങ്ങൾ പലപ്പോഴും 2 റക്അത്താണല്ലോ ഉള്ളത്. തറാവീഹ നമസ്കാരം പോലും 2 വെച്ച് നിർവഹിക്കാനാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 റക്അത്തുള്ള ഈ സുന്നത്ത് നമസ്കാരങ്ങൾ അതിന്റെ അവസാനത്തെ അത്തഹിയാത്ത് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ അത്തഹിയാത്തേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഏത് ഇരുത്തമാണ് ഇരിക്കേണ്ടത്? ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് 2 അത്തഹിയാത്ത് ഉണ്ടെങ്കിൽ 2 രൂപത്തിലുള്ള ഇരുത്തം വരും. ആദ്യത്തെ ഇരുത്തം ഇഫ്തിറാഷ് ആണ്, രണ്ടാമത്തെ ഇരുത്തം തവറുക്കാണ്. എളുപ്പത്തിൽ അങ്ങനെ മനസ്സിലാക്കാം. ആദ്യത്തെ ഇരുത്തത്തിന് ഇഫ്തിറാഷ് എന്നും രണ്ടാമത്തെ ഇരുത്തത്തിന് തവറുക്ക് എന്നും. ഇപ്പൊ മഗ്രിബിന് 2 ഇരുത്തമുണ്ട്, ഇഷാക്ക് 2 ഇരുത്തമുണ്ട്, ലുഹറിന് 2 ഇരുത്തമുണ്ട്, അതേപോലെ അസറിന് 2 ഇരുത്തമുണ്ട്. എന്നാൽ സുബഹിക്ക് ഒരൊറ്റ ഇരുത്തം മാത്രമേ ഉള്ളൂ. സുന്നത്ത് നമസ്കാരങ്ങൾക്ക് പൊതുവെ എല്ലാത്തിനും ഒരൊറ്റ ഇരുത്തമാണുള്ളത്. അത് ആദ്യത്തെ ഇരുത്തം അഥവാ ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് നാം നിർവഹിക്കേണ്ടത്. ഇടത് കാൽ പരത്തി വെച്ച് അതിന്മേൽ ഇരിക്കുകയും വലതുകാൽ വിരലുകൾ കിബിലക്ക് അഭിമുഖമായി വരും വിധം കുത്തിവെക്കുകയും ചെയ്യുന്നതാണ് ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്ന് പറയുന്നത്. അപ്പൊ 2 റക്അത്തുള്ള നമസ്കാരത്തിൽ ആദ്യത്തെ അത്തഹിയാത്തിന്റെ ഇരുത്തം അതിന് ഇഫ്തിറാഷ് എന്നാണ് പറയുക. അതിന്റെ രൂപമാണ് മുകളിൽ സൂചിപ്പിച്ചത്. എന്താണ് അതിന്റെ തെളിവ് എന്ന് ചോദിച്ചാൽ, വക്കാന യഫ്തരിഷു റിജ്ലഹുൽ യുസ്റ വയൻസിബു റിജ്ലഹുൽ യുംന, അവിടുന്ന് തന്റെ ഇടതുകാൽ പരത്തിവെക്കുകയും വലതുകാൽ കുത്തിവെക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ 2 റക്അത്തുള്ള നമസ്കാരത്തിൽ ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. ആദ്യത്തെ അത്തഹിയാത്തിന്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. സുബഹിക്ക് 2 റക്അത്തേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ അത്തഹിയാത്തിന്റെ ഇരുത്തം ഇരിക്കുക. ബാക്കി സുന്നത്ത് നമസ്കാരങ്ങൾക്കും അങ്ങനെ ശീലിക്കുക. അതാണ് പ്രവാചക ചര്യയോട് ചേർന്ന് നിൽക്കുന്നത്, പ്രമാണങ്ങളുടെ മുൻതൂക്കമുള്ളത് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.